ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് തന്നെ നീലിമയുടെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ കൈക്കലാക്കുന്നുണ്ട് ശ്രുതിയും. ശ്രുതിയാണെങ്കിൽ 50 ലക്ഷം രൂപയുടെ പലിശ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചധികം പൈസ തന്നെ നീലിമയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കുന്നുണ്ട്. ഇത് നീലിമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, പോകുന്നതിന് മുൻപായി തന്നെ നീലിമ പറയുന്നുണ്ട്, നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൂടിയിട്ട് പണം വാങ്ങിച്ചില്ലേ, ഇതിനി അധിക കാലം നിലനിൽക്കുമെന്നൊന്നും നീ വിചാരിക്കണ്ട. ഈ പണം കണ്ടിട്ട് നീ വല്ലാതങ്ങ് സന്തോഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടായിരിക്കും നീലിമ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ശ്രുതിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങ് പോരുന്ന സമയത്ത് തന്നെ ആയിരിക്കട്ടെ സച്ചിയും രേവതിയും അതുപോലെ ആ ട്രാഫിക് പോലീസിനെ കണ്ടിട്ട് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്നും പോരുന്നത്. ശ്രുതിയും സച്ചിയെ രേവതിയൊന്നും കാണുന്നില്ല. നീലിമയാണ് സുധീരെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തന്റെ അച്ഛന്റെ പൈസ എടുത്തോണ്ട് പോയത് എന്ന കാര്യമൊന്നും സച്ചി അറിയുന്നില്ല. ശ്രുതിയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവരിങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് ആ ഒരു പണം അങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ബാക്കിയുള്ള പണം എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നത്, ഇത് അവന്റെ മുഖത്ത് കൊണ്ടുപോയി വലിച്ചെറിയണം, ഏതായാലും അച്ഛന്റെ പൈസയല്ലേ ഇത് തിരികെ കൊടുക്കണമെന്നൊക്കെ പറയും. ഈ പണം ഏതായാലും സച്ചിയുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് വലിച്ചെറിയണം, ഞാൻ കള്ളനാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ കളിയാക്കാറുണ്ട്, എന്നെ പരിഹസിക്കാറുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ നാണക്കേട് മാറാൻ വേണ്ടിയിട്ട് ഈ പണം ഞാൻ തിരികെ കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ സുധി. ഏതായാലും എനിക്ക് അവനോട് അത്രമാത്രം ദേഷ്യമുണ്ട്, ഇത് അവന്റെ മുഖത്ത് വലിച്ചെറിയണമെന്നൊക്കെ പറഞ്ഞ് സുധി ഭയങ്കര ടെമ്പറിലിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തിന് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സുധി, നിനക്ക് ഇത്രമാത്രം ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറയുന്നില്ലേ, അത് നീ ശരിക്കും പഠിച്ചിട്ട് വാങ്ങിച്ചത് തന്നെയാണോ, അതോ നീ പണം കൊടുത്തിട്ട് കള്ളക്കൃത്തരത്തിൽ എടുത്തതാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ ശ്രുതി നീ എന്നോട് അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഡിഗ്രിയാണെന്ന് പറയുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, അല്ല നിന്റെ തലയിൽ ഒരു തുള്ളി പോലും ബുദ്ധിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാന്ന് പറയും. അപ്പോൾ ശ്രുതി നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് തിരികെ കിട്ടിയിരിക്കുന്ന ഈ പണം ഏതായാലും നീ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനൊന്നും നിൽക്കണ്ട. നിനക്കിപ്പോൾ ഒരുപാടധികം ആഗ്രഹത്തോടെ നീ നടക്കുന്നത് കാനഡയിലേക്ക് പോകണമെന്നില്ലേ, അതിന് വേണ്ടിയിട്ട് നീ ഇതിൽ നിന്ന് പൈസ എടുത്തിട്ട് ഉപയോഗിക്ക്, ബാക്കി പണം നമുക്ക് ഏതായാലും അതുപോലെ തന്നെ സൂക്ഷിക്കാം, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാം എന്നൊക്കെ പറയും. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, അതൊക്കെ വേണോ ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതിക്കൊരു പേടിയായിരിക്കട്ടെ, ശ്രുതി ഇങ്ങനെ കള്ളത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വേണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ വേണം, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. നീ കാനഡയിലേക്ക് പോയിട്ട് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം സച്ചിക്ക് കുറേശ്ശായിട്ട് പൈസ കൊടുക്കാലോ എന്ന് പറയുന്ന സമയത്തിന് ശ്രുതിയും അതിന് സമ്മതിക്കണം. എന്നാൽ ശരി അങ്ങനെ ചെയ്യാം, നീ വാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്ട് ശ്രുതി പറഞ്ഞതനുസരിച്ച് ഏതായാലും കാനഡയിലേക്ക് ആ ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രുതി തീരുമാനിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ശ്രുതിയും നേരെ ആ ഒരു ട്രാവൽസിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ക്യാഷ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പറയും അവരോട്. എന്നിട്ട് ഭയങ്കര പ്രതീക്ഷയോട് കൂടി തന്നെ ശ്രുതി കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രാവൽസിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് അവർ പറഞ്ഞത്, സോറി ഇനി നിങ്ങളുടെ ചാൻസ് ഇല്ല, നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു, നിങ്ങളോട് പണം അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് നിങ്ങളോട് വിളിച്ചു ചോദിച്ചതല്ലേ, ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്നല്ലേ പറഞ്ഞത്, കുറച്ചു മുൻപേ തന്നെ നിങ്ങളുടെ ആ ഒരു ചാൻസിലേക്ക് മറ്റൊരാൾ പൈസയുമായിട്ട് വരും ചെയ്തു, ആ ഒരു ജോലി അവർക്ക് ഞങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾ ആ ജോലിക്ക് പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുക ആ ഒരു ട്രാവൽസുകാർ. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഞാൻ ഒരുപാടധികം ആഗ്രഹിച്ചിരുന്നതല്ലേ കാനഡയിലേക്ക് പോവാൻ, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തതെന്ന് ചോദിച്ച് അവരോട് ദേഷ്യപ്പെടും. അന്നേരം പറഞ്ഞിട്ട്, നിങ്ങൾ പറഞ്ഞു വെച്ചത് തന്നെയായിരുന്നു, പക്ഷേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു, പിന്നെ ഇപ്പൊ തൽക്കാലം ആരെയും കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അയാളെ സെലക്ട് ചെയ്തിരിക്കുന്നത്, അയാൾ നിങ്ങളുടെ അത്ര പോലും ക്വാളിഫൈഡ് അല്ലായിരുന്നു, എങ്കിലും ആ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു, കാരണം അയാൾ കറക്റ്റ് പണം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു, ആ ജോലി അയാൾക്ക് കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഏതായാലും ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്കും വല്ലാത്ത സങ്കടമായിരിക്കും. ആ സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇനി അടുത്തൊരു ചാൻസ് വരുന്ന സമയത്തിന് നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പണം റെഡിയാണെന്ന് പറയുന്ന സമയത്തിന് ട്രാവൽസുകാർ പറയുന്നത്, അതും ഇനി ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, കാരണം നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്കിത് അവസാനത്തെ ചാൻസ് ആയിരുന്നു, ഇനി അടുത്ത ചാൻസ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഏജ് ഓവറായി, അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ട്രാവൽസുകാർ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്കും ആകെ വിഷമമായിട്ട് ഭയങ്കര വിഷമത്തോടു കൂടിയായിരിക്കും അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഏതായാലും തനിക്ക് ജോലിക്ക് കാനഡയിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശ്രുതി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞിട്ട്, ശ്രുതി ഇനി ഏതായാലും ആ പണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊടുക്കാം, സച്ചിയുടെ വായൊന്ന് അടഞ്ഞിരിക്കുമല്ലോ, അവൻ ഇനി എന്നെ കളിയാക്കില്ലല്ലോ, കള്ള എന്ന് വിളിച്ചിട്ട് അവൻ എന്നെ കളിയാക്കില്ലല്ലോ, അതുകൊണ്ട് ആ 50 ലക്ഷം രൂപ നമുക്ക് ഏതായാലും വീട്ടുകാർക്ക് തിരികെ കൊടുക്കാമെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രുതി അതിന് സമ്മതിക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്തിനാ പണം മുഴുവൻ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നത്, നമ്മുടെ കയ്യിൽ ഇപ്പം ഇത്രയും പണമുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഈ പണം നമ്മൾ പറഞ്ഞിട്ട് നേടിയെടുത്തതാണ്, അതുകൊണ്ട് ഈ പണം നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അന്നേരം ശ്രുതിക്കൊരു ടെൻഷനായിരിക്കും. ശ്രുതി ചോദിക്കുന്നതിന്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടുകാർ ചോദിക്കുന്ന സമയത്തിന് ഇത്ര പണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്തിന് വീട്ടുകാരോട് നമ്മൾ എന്ത് പറയുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊന്നും ഓർത്തിട്ട് നീ ടെൻഷൻ ആവേണ്ട ശ്രുതി, അതൊക്കെ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് എനിക്ക് കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞാൽ മതി, ഇപ്പം തൽക്കാലം കുറച്ച് പണം എൻ്റെ അച്ഛൻ അയച്ചു തന്നു, അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പണം
പണം തന്നു എന്ന രീതിയിലൊക്കെ വീട്ടുകാരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കും. ഏതായാലും ശ്രുതി ആ ഒരു രീതിയിൽ തന്നെ വീട്ടുകാരോട് എല്ലാവരോടും പറയുന്നുണ്ട്. ചന്ദ്രമതിക്ക് ഇത് കേൾക്കുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്നും ഇറങ്ങി വന്ന ഉടനെ തന്നെ ആ ഒരു സന്തോഷത്തിൽ ശ്രുതിക്ക് കുറേ അധികം പണം അയച്ചു കൊടുത്തു എന്നൊക്കെ ആയിരിക്കും ചന്ദ്രമതി ചിന്തിക്കുന്നത്. ഏതായാലും ഈ ഒരു സന്തോഷത്തിൽ ശ്രുതിയും ചേർന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ശ്രുതിയും പറയുന്ന ഈ വാക്ക് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ശരിക്കും ഇതങ്ങ് വിശ്വസിച്ചു പോവാണ്. ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് സച്ചി പറയുന്നത്, അച്ഛാ ഇതെല്ലാം തന്നെ പാർലർ അമ്മയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത പൈസയാണെന്നല്ലേ പറഞ്ഞത്? അച്ഛന്റെ പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് കളഞ്ഞത് ശ്രുതിയല്ലേ? അതുകൊണ്ട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അച്ഛന്റെ പണമെല്ലാം തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്നങ്ങ് വാങ്ങിച്ചെടുത്തൂടെ എന്നൊക്കെ ചോദിക്കാട്ടോ സച്ചി. എന്നാൽ സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്കും ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ശ്രുതി പറഞ്ഞിട്ട്, ഇത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്ന പണമാണ്, അല്ലാതെ നിങ്ങൾക്കാർക്കും വേണ്ടിയിട്ടില്ല. എനിക്കും എൻ്റെ ശ്രുതിക്കും വേണ്ടിയിട്ട് മാത്രമാണ് അച്ഛൻ ഈ പണം അയച്ചു തന്നേക്കുന്നത്. ശ്രുതിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര വാദിച്ചിങ്ങനെ ജയിക്കായിരിക്കട്ടെ ശ്രുതി. എന്നാൽ പാവ രവീന്ദ്രൻ അറിയില്ല, ഇത്ര കാലം രവീന്ദ്രൻ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള ആ ഒരു പണമാണ് ശ്രുതിയും ഒറ്റയ്ക്ക് ചേർന്നങ്ങ് അനുഭവിക്കുന്നത് എന്ന കാര്യം. ശ്രുതിയുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വർഷയുടെ അച്ഛൻ ചെറിയൊരു പണി സച്ചിക്ക് കൊടുക്കുന്നത്. സച്ചി ഒരു കള്ളുകുടിയനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കുറേ അധികം മോർഫഡ് ഫോട്ടോസ് എല്ലാം തന്നെ എടുത്തിട്ട് രേവതിക്ക് അയച്ചു കൊടുക്കും. അതോടുകൂടി തന്നെ രേവതി അടക്കം വീട്ടുകാരെല്ലാം തന്നെ സച്ചിയെ സംശയിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തതിന്റെ പേരിൽ സച്ചി ഏതായാലും പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് എപ്പിസോഡൊക്കെ ഞാൻ ഓൾറെഡി ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.